എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാലാ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംശുദ്ധ രാഷ്ട്രീയമാണ് എൻ.ഡി.എ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എൻ.ഡി.എയുടെ കോട്ടയം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് പാലാ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നത്. പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ മുൻ മിസോറാം ഗവർണറും ബി.ജെ.പി നേതാവുമായ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സംശുദ്ധ രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സുതാര്യതയും സത്യസന്ധതയുമുള്ള ഭരണത്തിനായി വോട്ട് ചെയ്യണമെന്നും കോട്ടയം മണ്ഡലത്തിൽ ശക്തമായ പ്രചരണത്തിലൂടെ വിജയം ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും ഈ കോട്ടയത്തിൻ്റെ മണ്ണ് ഇതുപോലുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. ഈ കോട്ടയത്തിലെ ഈ അസംബ്ലി മണ്ഡലങ്ങൾ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കൂടി യാത്ര ചെയ്തത് എന്നേ ഈ കോട്ടയം ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം. ഇവിടെയാണ് വാസ്തവത്തിൽ വലിയ വലിയ മഹാത്മാക്കളുടെ പ്രവർത്തനങ്ങളുടെ ധന്യമായ മണ്ണ്. ഈ കോട്ടയം ജില്ലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു വലിയ വേദി. അത് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കല്ലേ ഈ കേരളത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് കോട്ടയം ഈ മണ്ണിന് ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഈ 4, 5, 6, അല്ലെങ്കിൽ 7 അസംബ്ലി മണ്ഡലങ്ങൾ ഒരു മാറ്റമില്ല. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് എൻ.ഡി.എ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പോലെയല്ല. ഭാരതത്തെ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കാനാണ് മോഡി സർക്കാർ ശ്രമിക്കുന്നതെന്നും കുമ്മനം അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിൽ എൻ.ഡി.എ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കോട്ടയത്ത് വികസനം ഉറപ്പിക്കാൻ എൻ.ഡി.എക്ക് വോട്ട് നൽകണമെന്ന് സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി അഭ്യർത്ഥിച്ചു. നമുക്കറിയാം, ഇന്ത്യക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ വളരാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റവും മുമ്പോട്ട് വച്ചിട്ടുള്ള പ്രധാന മുദ്രാവാക്യം തന്നെ രാജ്യത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ വികസനം എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ ഒരു സർക്കാർ തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെയും ജാതിയോ മതമോ ചോദിക്കാതെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ഡെവലപ്മെന്റിന് വേണ്ടി ഒരേപോലെ പ്രവർത്തിച്ച ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഓരോ മന്ത്രിമാരെയും ഓരോ മന്ത്രിസഭയും നമ്മളെടുത്ത് പരിശോധിക്കുക. ഓരോ സമുദായങ്ങളെയും പ്രീണനം നടത്തുകയും അവരുടെ വോട്ട് കിട്ടുവാൻ വേണ്ടി ഏത് തരം വിധേയം ചെയ്തിരുന്നവരാണ് അവരൊക്കെ. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ആളുകളും എല്ലാവരും ഒരേപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇന്നത്തെ സർക്കാരിന് കഴിയുകയുണ്ടായി. ബി.ജെ.പി, ബി.ഡി.ജെ.എസ് തുടങ്ങിയ എൻ.ഡി.എ ഘടകകക്ഷി നേതാക്കൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. യോഗത്തിൽ ബി.ജെ.പി സംസ്ഥാന സമിതി അംഗം രഞ്ജിത്ത് മീനാഭവൻ അധ്യക്ഷനായിരുന്നു. ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, മാത്യു സ്റ്റീഫൻ എക്സ്-എം.എൽ.എ, അഡ്വക്കേറ്റ് എസ്. ജയസൂര്യൻ, ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ, പ്രൊഫസർ ബി. വിജയകുമാർ, എൻ.കെ. ശശികുമാർ, ബിനീഷ് ചൂണ്ടച്ചേരി, ഡോക്ടർ ശ്രീജിത്ത്, ന്യൂനപക്ഷ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം സുമിത് ജോർജ്, കമലമ്മ രാഘവൻ, ബി.ഡി.ജെ.എസ് പാലാ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ഇട്ടിക്കുന്നിൽ, സംസ്ഥാന ഉപാധ്യക്ഷൻ പത്മകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.